പ്രിയമുള്ളവരെ, ഏർവാടി സിയാറത്ത് തീർത്ഥയാത്രയുടെ സ്മരണകളിലൂടെ എന്ന യാത്രാഭരണ പുസ്തകത്തിൽ നിന്നുമുള്ള ഏതാനും വരികൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മഹാനായ പ്രവാചകരുടെ 18ാമത്തെ പേരമകൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു തആല അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പുണ്യമായ ഏർവാടി. മക്ബറയ്ക്ക് സമീപത്തെ കൊടിമരത്തിന് ചുവട്ടിലും 1000 മാടപ്രാവുകൾ വസിക്കുന്ന വായുസഞ്ചാര അറകളുള്ള മിനാരത്തിന് കീഴിലും വേപ്പിൻ്റെ ചുവടുകളിലും പള്ളിവാസലിന് സമീപത്തും സന്ദർശകർ വിശ്രമിച്ചു പോന്നു. ദർഗയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിൽ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്. മക്ബറയ്ക്ക് മുന്നിൽ സന്ദർശകർ ഇരിക്കുന്ന സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് മേൽക്കൂര പാകിയിട്ടുണ്ട്. പള്ളിവാസലിന് സമീപത്തൂടെ പടിഞ്ഞാറോട്ടേക്കുള്ള പ്രധാന കവാടത്തിനടുത്ത് കുറേയേറെ കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വഴിയിലൂടെ അങ്ങനെ തിരിഞ്ഞു പോയാൽ വാലിനോക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കെത്താം. ബൈത്തിൻ്റെ കിതാബുകളും പട്ടിൻ്റെ തുണിയും വെള്ളയും നേർച്ചാ സാധനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വിൽപ്പന നടത്തുന്ന കടയുടെ സമീപത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ യാദൃശ്ചികമായി തന്നെ എന്ന് പറയാം, റിയാസ് അലി മുഹമ്മദ് സയ്യിദിനെ കാണാനിടയായി. ഏകയിലാഹായ സൃഷ്ടാവിൻ്റെ കരുണാ കടാക്ഷങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. പിന്നീട് കുന്തിരിക്കവും ചന്ദനത്തിരിയും വാങ്ങി തൻ്റെ പാണ്ഡത്തിൽ സൂക്ഷിച്ചു. ഏർവാടിയിൽ മഴ പെയ്താൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോട്ടക്കകത്തെ മണലിൽ പായ വിരിച്ചും തങ്ങളുടെ കയ്യിലെ കോട്ടൺ വിരിപ്പുകൾ വിരിച്ചും കിടന്നുറങ്ങുന്ന ഉറക്കക്കാരെയാവാം. ഈ മഴ ഒരുപാട് തവണ എൻ്റെ ഉറക്കം കെടുത്തിയെന്ന് തന്നെ പറയും. മഴത്തുള്ളികൾ ശരീരത്തിൽ വന്നു ഭവിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നതായ ജനങ്ങൾ ഉണർന്നുകൊണ്ട് തങ്ങളുടെ വിരിപ്പുകളെ ചുക്കിപ്പിടിച്ചുകൊണ്ട് മക്ബറയുടെ വരാന്തയിലേക്കും പള്ളിവാസലിലേക്കും അലങ്കാരവാസലിന് ചുവട്ടിലും ഷെഡുകളിലേക്കും ഓടിക്കയറും. വാനലോകത്ത് നിന്നും ഇവിടെ വന്നുപോയിരിക്കുന്ന ഈ മഴത്തുള്ളികൾ അസ്വസ്ഥതകളുടെ തീനാളം കോറിയിട്ട മനസ്സുകളുടെ അഗ്നികളെ കെടുത്തിക്കളയട്ടെ എന്ന് ഞാനൊരു നിമിഷം പ്രാർത്ഥിച്ചു. കുടിവെള്ളം ശേഖരിക്കുന്ന ഈ ഉപാധിക്ക് സമീപത്ത് തന്നെ നിറയെ വെളുത്ത പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു മരമുണ്ട്. ഇതിൻ്റെ തണൽ പറ്റിയാണ് പലരും കുടിവെള്ളം ശേഖരിക്കാറുള്ളത്. ഈ വരിയിൽ ദാഹജലത്തിന് കാത്തു നിൽക്കുന്നവർക്ക് തണൽ നൽകിയ ഈ മരം നട്ടുപിടിച്ചത് ആരായാലും അവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി. മധ്യാഹ്ന സമയമായാൽ ദർഗാ കോമ്പൗണ്ടിനകത്തെ പാതകളിൽ ഹഖ്ദാർ കമ്മിറ്റി നിർവാഹകർ വലിയ ഹോസുകൾ ഉപയോഗിച്ച് വെള്ളം തളിക്കുന്നത് പതിവ് കാഴ്ചയാണ്. മക്ബറ സന്ദർശനത്തിന് വരുന്ന തീർത്ഥാടകർക്കും യാത്ര സുഖകരമാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെന്നാൽ ദർഗാ കോമ്പൗണ്ടിനകത്ത് നഗ്നപാതരായി മാത്രമേ പോക്കുവരവുകൾ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന മണലിൽ ആയാസം കൂടാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദർഗാ കോമ്പൗണ്ടിനകത്ത് മാടുകൾ കടന്നു വന്നാൽ, അതുപോലെ തന്നെ ദർഗാ കോമ്പൗണ്ടിനകത്ത് മാടുകൾ കടന്നു വന്നാൽ പലപ്പോഴും അതിനെ പുറത്താക്കാൻ
നിയോഗിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാർ. എത്രയെത്ര തവണകൾ ആട്ടിപ്പായിച്ചാലും മാടുകളും കുരങ്ങുകളും ഇവിടുത്തെ കുപ്പകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ തേടി വരികയും അന്തേവാസികളും സന്ദർശകരും ജീവനക്കാരും ഉപേക്ഷിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ ഭുജിക്കുകയും ചെയ്തു പോന്നു. കാട്ടുപള്ളിയിലെ പ്രധാനമന്ത്രി അമീർ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മഖബറയിലാണ് സന്ദർശകർ ആദ്യമായി എത്തിച്ചേരേണ്ടത്. ഇവിടെ വന്നു മഹാനവറുകളെ തവസ്സുലാക്കി പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് അനുബന്ധ മഖാമുകളിലേക്ക് എത്തിച്ചേരുക. കാട്ടുപള്ളിയിലെ തുടർന്നുപോയ യാത്രയിൽ മഹാനായ ഡോക്ടർ ജാഫർ സാദിഖ് തങ്ങളുടെ മഖബറയ്ക്ക് സമീപത്ത് എത്തിച്ചേർന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠാപനത്തിൽ ആലേഖനം ചെയ്ത മുത്തിൽ കോർത്ത പദങ്ങൾ സസൂക്ഷ്മം വായിച്ചത്. സ്വപ്നത്തിൽ വന്ന് ശസ്ത്രക്രിയ നടത്തുന്ന മഹാനവറുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജാഫർ സ്വാദിഖ് തങ്ങളുടെ മഖബറയ്ക്ക് സമീപത്ത് കാണിക്കവഞ്ചികൾ വെച്ചിട്ടുണ്ട്. തെങ്ങിൻ്റെ കഴുക്കോലിൽ ഞാത്തിയിട്ട പട്ടിൻ്റെ തുണിയിൽ കലിമകൾ എഴുതി വച്ചിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന്